ഇനി അടുത്ത മോഡിഫിക്കേഷൻ ഫോർ മെക്കാനിക്കൽ സപ്പോർട്ട്. അടുത്തതാണ് മോഡിഫിക്കേഷൻ ഫോർ മെക്കാനിക്കൽ സപ്പോർട്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് പ്രോപ്പ് റൂട്ട്. ഫസ്റ്റ് വൺ ഏതാണ്? പ്രോപ്പ് റൂട്ട്. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചു ബനിയൻ ട്രീക്ക്. ഞാൻ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു ബനിയൻ ട്രീ, ഫൈക്കസ്, ആൽമരം, അരയാൽ എന്നൊക്കെ പറയുന്ന ആൽമരത്തിനുള്ളതാണ് പ്രോപ്പ് റൂട്ട്, ഫൈക്കസ്. പിന്നെയാണ് സ്റ്റിൽറ്റ് റൂട്ട്, ക്ലൈംബിംഗ് റൂട്ട്, ക്ലിങ്ങിങ് റൂട്ട്, ബട്രസ് റൂട്ട്. ഇത് ഓരോന്നാണ് ഇനി അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? മെക്കാനിക്കൽ സപ്പോർട്ട്. ഇത് ഇതുവരെ നമ്മൾ പഠിച്ച് ഫുഡ് സ്റ്റോറേജ് പഠിച്ചു, റൂട്ട് മോഡിഫൈഡ് ഫോർ ഗ്യാസ് എക്സ്ചേഞ്ച് പഠിച്ചു, ഗ്യാസ് എക്സ്ചേഞ്ച്. ഇനി അടുത്തത് പഠിക്കുന്നത് മെക്കാനിക്കൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ ഫസ്റ്റ് പ്രോപ്പ് റൂട്ടാണ്, ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പ്രോപ്പ് റൂട്ട് ഒരിക്കൽ കൂടെ പറയാം. ആൾസോ കാൾഡ് പില്ലാർ റൂട്ട്. മാസീവ് വുഡി ഏരിയൽ റൂട്ടാണ്. മാസീവ് ഇവിടെ കണ്ടോ, ആൽമരത്തിന് കണ്ടോ, മാസീവ് വുഡി ഏരിയൽ റൂട്ടാണ്. മുകളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. വെർട്ടിക്കലി ഡൗൺവേർഡ്, താഴോട്ട് വളരുന്നു. കണ്ടോ, താഴോട്ടാണ് വളർന്നിട്ടുള്ളത്. ഡൗൺവേർഡ് ഫ്രം ദ ഹൊറിസോണ്ടൽ ബ്രാഞ്ചസ്, ഹൊറിസോണ്ടൽ ബ്രാഞ്ചസിൽ നിന്ന് താഴോട്ട് വളരുന്നു. പെനിട്രേറ്റ് ദ സോയിൽ ആൻഡ് സെർവ്സ് ആസ് ദ പില്ലാർ ഫോർ സപ്പോർട്ടിങ് ഹൊറിസോണ്ടൽ അപ്പോൾ പില്ലാർ റൂട്ട് വരാൻ കാരണം ആ ബ്രാഞ്ചസുകളെ പില്ലർ പോലെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനമാണ്. അതുകൊണ്ടാണ് പില്ലാർ റൂട്ട് എന്നുള്ള പേരും കൂടെ വന്നത്. എക്സാമ്പിൾ ഫൈക്കസ് ബംഗാളൻസിസ്. ഈ മരം നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മളെ ഭാഗങ്ങളിലൊക്കെ കണ്ടുവരുന്ന മരമാണ് ഫൈക്കസ് എന്ന് പറഞ്ഞ ആൽമരം. സോ അതിൻ്റെ റൂട്ടാണെന്ത്? ഫൈക്കസ് അല്ല, സോറി, അതിൻ്റെ റൂട്ടാണ് പ്രോപ്പ് റൂട്ട്. അതിന് എക്സാമ്പിളാണ് ഫൈക്കസ്. ഇനി അടുത്തതാണ് സ്റ്റിൽറ്റ് റൂട്ട്. ഓക്കെ, ഇത് നമ്മൾ ഷുഗർ കെയിനിലൊക്കെ ഉണ്ട്. ഷുഗർ കെയിന് പറഞ്ഞാൽ കരിമ്പ്. അതിൻ്റെ ശാസ്ത്രീയ നാമത്തിൻ്റെ ജീനസ് നെയിമാണിത് സക്കാരം. ഒഫീഷ്യനൈൽ എന്ന് പറഞ്ഞാൽ ഷുഗർ കെയിനാണ്, കരിമ്പാണ്. സീ മൈസ് എന്ന് പറഞ്ഞാൽ ചോളമാണ്. പെൻഡാനസ് എന്ന് പറഞ്ഞാൽ കൈത. നിങ്ങൾ കൈത കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. കൈത ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഈ വയലിലൊക്കെ നിൽക്കുന്ന ഒരു ഇതാണ് പെൻഡാനസ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ റൂട്ടിന് ഇതൊക്കെ കണ്ടോ, സ്റ്റെമ്മിൻ്റെ ബേസിൽ നിന്ന് റൈസ് ചെയ്ത റൂട്ടാണ്. അതിനെ പറയുന്ന പേരാണ് സ്റ്റിൽറ്റ് റൂട്ട്. അപ്പോൾ സ്റ്റിൽറ്റ് റൂട്ട് ആർക്കൊക്കെ ഉള്ളതെന്ന് എക്സാമിന് ചോദിച്ചാൽ അതിൽ സ്റ്റിൽറ്റ് റൂട്ട് ഉള്ള പ്ലാന്റ്സുകൾ ചോദിച്ചാൽ ഏതൊക്കെയാണ്? ചോളം, സീ മൈസ്, സക്കാരം ഇമ്പോർട്ടൻ്റ് ആണ്. കരിമ്പിന് സ്റ്റിൽറ്റ് റൂട്ട് ഉണ്ട്. കരിമ്പിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുക, അതിൻ്റെ ബേസിൽ നിന്ന് റൂട്ട് വരുന്നുണ്ട്. സക്കാരം. പിന്നെ പെൻഡാനസ് ഞാൻ ഓൾറെഡി കാണിച്ചു തന്നു. നമ്മൾ മലയാളത്തിൽ കൈതച്ചെടി എന്നൊക്കെ പറയും, പെൻഡാനസ്. ഓക്കെ, അതും. അപ്പോൾ സ്റ്റിൽറ്റ് റൂട്ടിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? പെൻഡാനസ്, സീ മൈസ് ആൻഡ് സക്കാരം ഒഫീഷ്യനൽ അല്ലെങ്കിൽ ഷുഗർ കെയിൻ. അടുത്ത മെക്കാനിക്കൽ സപ്പോർട്ട് റൂട്ടാണ് ബട്രസ് റൂട്ട്. എന്ത്? ബട്രസ് റൂട്ട് നോക്കൂ. നിങ്ങളിങ്ങനെ ചില വലിയ മരത്തിൽ കാണുന്നു ബട്രസ് റൂട്ട്, കണ്ടോ? മെക്കാനിക്കൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. റൂട്ട് ഗ്രോയിങ് ഫ്രം ദ ബേസ് ഓഫ് ദ ടാപ്പ് റൂട്ട് ടു പ്രൊവൈഡ് എക്സ്ട്രാ സപ്പോർട്ട്. അപ്പോൾ എക്സ്ട്രാ സപ്പോർട്ടിന് വേണ്ടി ട്രീസിൽ ഉണ്ടാകുന്ന റൂട്ടാണ് ബട്രസ് റൂട്ട്. ഇനി ബട്രസ് റൂട്ടും പ്രോപ്പ് റൂട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? പ്രോപ്പ് റൂട്ട് ഏരിയൽ ബ്രാഞ്ചസിൽ നിന്ന് താഴോട്ട്, ഹൊറിസോണ്ടൽ ബ്രാഞ്ചസിൽ നിന്ന് താഴോട്ട് വെർട്ടിക്കലി ഡൗൺവേർഡ്സായി വളരുന്ന പില്ലാർ റൂട്ടുകളാണ് എന്ത്? പ്രോപ്പ് റൂട്ട് എന്ന് പറയുന്നത്. അതുപോലെയല്ല ബട്രസ് റൂട്ട് എവിടെ നിന്നാണ് വരുന്നത്? റൂട്ട് ഗ്രോയിങ് ഫ്രം ദ ബേസ് ഓഫ് ദി ടാപ്പ് റൂട്ടിൻ്റെ ബേസിൽ നിന്നുണ്ടാകുന്ന റൂട്ടാണ് ബട്രസ് റൂട്ട്. ഓക്കെ, ഹാവ് റിഡ്ജസ് ലൈക്ക് ഔട്ട് ഗ്രോത്ത് കാൾഡ് റൂട്ട് ബട്രസ്. ആണോ? അതിന് കുറേ റിഡ്ജസ് ആയ ഔട്ട് ഗ്രോത്തുകളുണ്ടോ? അതിനെ പറയുന്ന പേരാണ് എന്ത്? റൂട്ട് ബട്രസസ്. സിൻസ് ദേ ഹാവ് പാർട്ട് ഓഫ് ട്രങ്ക്, ദേ ആർ പാർട്ടലി റൂട്ട് ആൻഡ് സ്റ്റെം മോഡിഫിക്കേഷൻ. പാർഷ്യലി റൂട്ട് ആൻഡ് സ്റ്റെം റൂട്ടിൻ്റെ സ്റ്റെമ്മിൻ്റെ ഒരു പാർഷ്യലായ മോഡിഫിക്കേഷനാണ് എന്തെന്ന് പറയുന്നത്? ഈ ബട്രസസ് റൂട്ട് എന്ന് പറയുന്നത്. സിൽക്ക് കോട്ടൺ പ്ലാന്റിനാണ് ഇതുള്ളത്. ഇത് സിൽക്ക് കോട്ടൺ പ്ലാന്റ് ആണ്.
പിന്നെ സാൽമണിയ എന്ന് പറഞ്ഞ വേറെ ചെടിയാണ്, നമുക്ക് ഇവിടെ പ്രോപ്പറായൊരു പ്ലാന്റ് അല്ല. അപ്പോൾ ബോംബാക്സ് പറഞ്ഞ പ്ലാന്റിനാണ്, അല്ലെങ്കിൽ സിൽക്ക് കോട്ടൺ പ്ലാന്റിന് അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബട്രസ് റൂട്ടിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? ബോംബാക്സ് അല്ലെങ്കിൽ സിൽക്ക് കോട്ടൺ പ്ലാന്റ്. ഇത് വലിയൊരു ട്രീ ആണ്, അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. ഇനി അടുത്താണ് ക്ലൈംബിംഗ് റൂട്ട്. ആ പേര് തന്നെ ഉണ്ട്. ഇത് എക്സാമ്പിൾ കുരുമുളകാണ്, പൈപ്പർ നൈഗ്രം. അതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് പൈപ്പർ നൈഗ്രം. അതിലുള്ളത് ഈ റൂട്ടാണ്. ഇതാണ് റൂട്ട്. അറ്റാച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റൂട്ട്, ക്ലൈംബേഴ്സിന് ഉണ്ടാകുന്ന റൂട്ടാണ് എന്ത്? ക്ലൈംബിംഗ് റൂട്ട്. ആ പേര് തന്നെ ഉണ്ട്, ക്ലൈംബിംഗ് റൂട്ട്. ആ പേര് തന്നെ ഉണ്ട്, ക്ലൈംബിംഗ് റൂട്ട്. ഓക്കെ, ഓരോ ഇത് എറൈസ് ചെയ്യുന്നത് നോഡ്സിൽ നിന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നോഡ്സ്, ലീഫ് ഉണ്ടാകുന്ന ആ ഭാഗത്തിൻ്റെ പേരാണ് നോഡ്സ്. ആ നോഡ്സിൽ നിന്നാണ് ഇത് എറൈസ് ചെയ്യുന്നത്. ഇപ്പോൾ വെറ്റിലക്കൊടി, പൈപ്പർ ബീറ്റിൽ എന്ന് പറഞ്ഞാൽ വെറ്റില, പൈപ്പർ നൈഗ്രം എന്ന് പറഞ്ഞാൽ കുരുമുളക്. അതിന് അങ്ങനെയുള്ള പ്ലാന്റുകൾക്ക് ഉണ്ടാകുന്ന റൂട്ടിൻ്റെ പേരാണെന്ത്? ക്ലൈംബിംഗ് റൂട്ട്. ഇതും എന്താണ്? ഒരു അഡ്വാൻറ്റേഷ്യസ് റൂട്ടാണ്, മോഡിഫൈഡ് ഫോർ ദി സപ്പോർട്ട്. ഓക്കെ, മെക്കാനിക്കൽ സപ്പോർട്ട്. ഇനി നിങ്ങൾ നോക്കിയേ, അടുത്ത റൂട്ട് ക്ലിങ്കിങ് റൂട്ട്. ഇത് ക്ലൈംബിങ്ങും ഇത് ക്ലിങ്കിങ് റൂട്ടുമാണ്. നോക്കിയേ, ഇത് വേണ്ട എന്ന് പറഞ്ഞ പ്ലാന്റാണ്, എപ്പിഫൈറ്റ്. ഒരു ഓർക്കിഡാണ്, മരത്തിന് മുകളിൽ വളരുന്ന പ്ലാന്റുകളെയാണ് നമ്മൾ എപ്പിഫൈറ്റ് എന്ന് വിളിക്കുക. മരത്തിൻ്റെ ട്രങ്കിൽ വളരുന്ന പ്ലാന്റുകളെയാണ് എപ്പിഫൈറ്റ് എന്ന് വിളിക്കുക. അവർ ഫോട്ടോസിന്തറ്റിക് ആണോ ചോദിച്ചാൽ ആണ്, അവർ സ്വന്തമായിട്ട് തന്നെ ആഹാരം ഉണ്ടാക്കുന്നത്. പക്ഷേ അവർ ഷെൽട്ടറിന് വേണ്ടി മറ്റൊരു പ്ലാന്റിനെ യൂസ് ചെയ്യുന്നത് മാത്രം. അതിന് പറഞ്ഞ പേരാണ് എപ്പിഫൈറ്റ്. ഇനി നോക്കിക്കോ, ഇവർക്കുള്ള റൂട്ട് എന്ന് പറയുന്നത് ഒരു ഏരിയൽ അബ്സോർബിങ് റൂട്ട് കണ്ടോ, ഇത് റൂട്ടാണ്. ഇതിനെ പറയുന്ന പേരാണ് ക്ലിങ്കിങ് റൂട്ട്. ഇതിനെ പറയുന്ന പേരെന്താണ്? ക്ലിങ്കിങ്. ഈ റൂട്ടിനെ പറയുന്ന പേരാണ് ക്ലിങ്കിങ് റൂട്ട് കേട്ടോ. ഈ റൂട്ടിനെ പറയുന്ന പേരാണ് ക്ലിങ്കിങ് റൂട്ട്. ആ പേരുണ്ട്. അപ്പോൾ ക്ലിങ്കിങ് റൂട്ട് കാണുന്നത് ആർക്കാണ്? വാൻഡ എന്ന് പറഞ്ഞ എപ്പിഫൈറ്റിന് കാണുന്ന ഇതാണ് വാൻഡ. മരത്തിലൊക്കെ നിങ്ങൾ മരവാഴ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊരു ഓർക്കിഡ് കാറ്റഗറിയിലുള്ളതാണ്. അതിനാണ് വാൻഡ എന്ന് പറയുന്നത്, ജീനസ് നെയിമാണ് വാൻഡ എന്നുള്ളത്. ക്ലിങ്കിങ് റൂട്ട് അതിന് എക്സാമ്പിൾ, ക്ലിങ്കിങ് റൂട്ടിന് എക്സാമ്പിളാണ് എന്ത്? വാൻഡ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് മോഡിഫിക്കേഷൻ ഫോർ ന്യൂട്രീഷൻ പർപ്പസ്. ഓക്കെ, അപ്പോൾ നമ്മൾ മോഡിഫിക്കേഷൻ ഫോർ ഫുഡ് പഠിച്ചു, മോഡിഫിക്കേഷൻ ഫോർ സ്റ്റോറേജ് പർപ്പസ് അതാണ് ഫുഡ്, മോഡിഫിക്കേഷൻ ഫോർ റെസ്പിറേഷൻ, മോഡിഫിക്കേഷൻ ഫോർ മെക്കാനിക്കൽ സപ്പോർട്ട്. ഇനി അടുത്തത് മോഡിഫിക്കേഷൻ ഫോർ ന്യൂട്രീഷണൽ പർപ്പസ്. നിങ്ങൾക്ക് യെല്ലോ ലൈൻ ആയതുകൊണ്ട് കാണുന്നുണ്ടോ എനിക്കറിയുന്നില്ല. മുകളിൽ എഴുതിയിരിക്കുന്നത് മോഡിഫിക്കേഷൻ ഫോർ ന്യൂട്രീഷണൽ പർപ്പസ്. ഫസ്റ്റ് വൺ ഹോസ്റ്റോറിയ. നിങ്ങളിന്ന് കേട്ട് കാണും, വളരെ ഫെമിലിയർ ആണ്. ഹോസ്റ്റോറിയ എന്ന് പറഞ്ഞാൽ പാരസിറ്റിക്. ഞാൻ നേരത്തെ പറഞ്ഞു എപ്പിഫൈറ്റ്. ഞാൻ പറഞ്ഞ എന്താണ്? ഒരു പ്ലാന്റ് പാർഷ്യലായിട്ട് അല്ലെങ്കിൽ ഷെൽട്ടറിന് വേണ്ടി മാത്രം ഒരു ഹോസ്റ്റിൽ ജീവിക്കുന്നതിനെയാണ് എന്ത് പറയുക? എപ്പിഫൈറ്റ് എന്ന് പറയാം. ഒരു പ്ലാന്റ് ഷെൽട്ടറിന് വേണ്ടി മാത്രം ജീവിക്കുന്നതിനാണ് എപ്പിഫൈറ്റ് എന്ന് പറയുക. അതിന് എക്സാമ്പിൾ വേണ്ട, അവർക്കുണ്ടാകുന്ന റൂട്ടാണ് ക്ലിങ്കിങ് റൂട്ട്. ഇവിടെ അങ്ങനെയല്ല, പാരസിറ്റിക് പ്ലാന്റ് ഉണ്ട്. അതായത് മൂടില്ലാത്ത ആളി നമ്മൾ കസ്ക്യൂട്ട കണ്ടല്ലോ, മരത്തിലൊക്കെ അല്ലെങ്കിൽ ചില ചെടികളിലൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് കൊള്ളുന്ന ഇങ്ങനെ ഒരു ലൈറ്റ് യെല്ലോ ഗ്രീനായൊരു ഇങ്ങനെ പാട പോലെ ഇങ്ങനെ കിടക്കുന്ന ഒരു ചെടിയാണ് കസ്ക്യൂട്ട. അതിൻ്റെ പേരാണ് കസ്ക്യൂട്ട. ആ ചെടിയുടെ പേരാണ് കസ്ക്യൂട്ട. അവിടെ ഉണ്ട് കസ്ക്യൂട്ട. പിന്നെ ലൊറാന്തസ്, ഇത്തിൾ എന്ന് പറയും. ഇത്തിൾ എന്ന് പറയും. അതും ഈ മരത്തിൻ്റെ മേലെ കാണുന്നതാണ് ലൊറാന്തസ്. ഇതാണ് ലൊറാന്തസ് ഈ കാണുന്നത്. ക്ലിയർ അല്ല പിക്ചർ. ഓക്കെ, ലൊറാന്തസ് നിങ്ങൾ നെറ്റിൽ കൊടുത്താലും മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളൊക്കെ കാണുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കുള്ള റൂട്ടാണ് ഹോസ്റ്റോറിയ. ഇവരെന്താണ്? കംപ്ലീറ്റ് പാരസൈറ്റ് എന്ന് വെച്ചാൽ അവർ ഫുഡിന് വേണ്ടി വാട്ടർ മിനറൽസൊക്കെ വലിച്ചെടുക്കും. എവിടുന്ന്? മദർ പ്ലാൻ, അല്ലെങ്കിൽ അവർ ഏത് ഹോസ്റ്റിലാണോ ജീവിക്കുന്നത് അവരെ ഈ ഹോസ്റ്റോറിയ എന്ന് പറഞ്ഞ ഈ പാരസൈറ്റിക് റൂട്ട് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അവർ ഫ്ലോയത്തിൽ നിന്ന് ഫുഡ് മിനറൽസുകളൊക്കെ വലിച്ചെടുക്കുന്ന പ്ലാന്റാണ് ഹോസ്റ്റോറിയ.
അതുകൊണ്ടാണ് അവരെ പാരസൈറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ആ ഹോസ്റ്റിനെ നശിപ്പിച്ച് കളയും. സോ അതിന് എക്സാമ്പിളാണ് കസ്ക്യൂട്ട ലൊറാന്തസ്. കസ്ക്യൂട്ട ലൊറാന്തസ് എന്തിന് എക്സാമ്പിളാണ്? ഹോസ്റ്റോറിയ റൂട്ട്, പാരാസിറ്റിക് റൂട്ടുള്ള പ്ലാന്റുകളാണ്. ഓക്കെ, അപ്പോൾ ഇത് മറക്കരുത്. ഇനി അടുത്ത് അസിമിലേറ്ററി റൂട്ട്. അസിമിലേറ്ററി റൂട്ട് ക്ലോറോഫിൽ ബിയറിംഗ് ഫോട്ടോസിന്തറ്റിക് റൂട്ട് ആണ് അസിമിലേറ്ററി റൂട്ട് എന്ന് പറയാം. എക്സാമ്പിൾ ടീനോസ്പോറ എന്ന് പറഞ്ഞ പ്ലാന്റ് ഉണ്ടാകുന്നതാണ്. ടീനോസ്പോറ ഇതാണ് ആ പ്ലാന്റ്. അസിമിലേറ്ററി റൂട്ട് കേട്ടോ, അസിമിലേറ്ററി റൂട്ടാണിത്. ന്യൂട്രീഷൻ പർപ്പസിന് വേണ്ടിയുള്ള റൂട്ടാണ് അസിമിലേറ്ററി റൂട്ട്. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ട്രാപ്പ എന്ന് പറഞ്ഞ വേറെ പ്ലാന്റിനും കൂടെ ഉള്ള റൂട്ടാണ് അസിമിലേറ്ററി റൂട്ട്. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കേണ്ടത് അസിമിലേറ്ററി റൂട്ട് കാണുന്നത് ക്ലോറോഫിൽ ബിയറിംഗ് ആൻഡ് ഫോട്ടോസിന്തറ്റിക്. ആ റൂട്ട് തന്നെ എന്താണ്? ക്ലോറോഫിൽ ബിയറിംഗ്, ക്ലോറോഫിലുള്ള ഫോട്ടോസിന്തറ്റിക് റൂട്ടാണ്. നമ്മൾ നേരത്തെ റൂട്ട് പഠിച്ചോ പറഞ്ഞു, ഒറിജിനൽ റൂട്ടിന് എന്തില്ല, കളർലെസ് ആണ്. നോൺ ഫോട്ടോസിന്തറ്റിക് ആണ്. പക്ഷേ ഇവിടെ എന്താണ്? ഫോട്ടോസിന്തറ്റിക് ആയ റൂട്ടാണ്. അതിനെ പറഞ്ഞ പേരാണ് അസിമിലേറ്ററി റൂട്ട്. ഇതിന് എക്സാമ്പിളാണ് ടീനോസ്പോറ. ടീനോസ്പോറ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്താണ് വെലാമൻ റൂട്ട്. വെലാമൻ റൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പ്ലാന്റിൻ്റെ പേരാണ് വാൻഡ. നമ്മൾ എപ്പിഫൈറ്റ് പഠിച്ചോ പറഞ്ഞു. ഇതിന് ഉള്ള വേറെ റൂട്ടാണ് ക്ലിങ്കിങ് റൂട്ട്. അവർക്ക് തന്നെയുള്ള വേറൊരു പിന്നെ ന്യൂട്രീഷണൽ റൂട്ടാണെന്ന് വെലാമൻ റൂട്ട്. വെലാമൻ റൂട്ട് മോയിസ്ചർ അബ്സോർബിങ് ക്ലോറോഫിൽ കണ്ടെയ്നിങ് ഫോട്ടോസിന്തറ്റിക്. ഇതെന്താണ്? മോയിസ്ചർ, വാട്ടർ മോളിക്യൂൾസ് ഒക്കെ അബ്സോർബ് ചെയ്യാൻ, ഫോട്ടോസിന്തസിന് വേണ്ടി വാട്ടർ മോളിക്യൂൾസ് ഒക്കെ അബ്സോർബ് ചെയ്യാനുള്ള റൂട്ടാണ്, ക്ലോറോഫിലുള്ള റൂട്ടാണ്. ആൾസോ കാൾഡ് എപ്പിഫൈറ്റിക് റൂട്ട്. ഇതിന് എപ്പിഫൈറ്റിക് റൂട്ട് എന്നും പറയും. ദേ ഫ്രീലി ഹാങ് ഇൻ എയർ ആൻഡ് അബ്സോർബ് മോയിസ്ചർ. ഓക്കെ, അപ്പോൾ ഇവർ ഫ്രീ ആയിട്ട് എയറിൽ നിന്നിട്ട് ഇവിടെ ഉണ്ട് ആ റൂട്ടുകൾ മോയിസ്ചറൊക്കെ അബ്സോർബ് ചെയ്യും. ആ റൂട്ടിനെ പറയുന്ന പേരാണ് വെലാമൻ റൂട്ട്. ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ ആലോചിച്ചായി. ദേ ഫ്രീലി ഹാങ് എയർ, അബ്സോർബ് മോയിസ്ചർ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ക്യാരി ഔട്ട് ഫോട്ടോസിന്തസിസ്. ഓക്കെ, ഫോട്ടോസിന്തസിസ് നടത്താൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ, ഫോട്ടോസിന്തസിസ് നടത്തുന്ന ഇവരാണ്. ജസ്റ്റ് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഹോസ്റ്റിൽ നിൽക്കുന്നത്. പക്ഷെ അവർ മോയ്സ്ചറൊക്കെ വലിച്ചെടുക്കുന്നത് അവരെന്തില്ല, ഒരിക്കലും ബാർക്കിൽ, മരത്തിൻ്റെ ബാർക്കിൽ നിന്നല്ല ഒന്നും എടുക്കുന്നത്. അത് സ്വന്തമായിട്ട് അവർക്ക് റൂട്ടുണ്ട്, അസിമിലേറ്റർ റൂട്ട്, അല്ലെങ്കിൽ അസിമിലേറ്റർ റൂട്ടല്ല, വെലാമൻ റൂട്ട്. അത് വെച്ചിട്ടാണ് അവർ ഗ്യാസ്, മോയ്സ്ചറൊക്കെ, വാട്ടർ വേപ്പറൊക്കെ വലിച്ചെടുക്കുന്നത്. ആ റൂട്ടിനെ പറയുന്ന പേരാണ് വെലാമൻ റൂട്ട്. സോഫ്റ്റ് ടിഷ്യൂ റൂട്ടാണത് വെലാമൻ റൂട്ട്. വെലാമൻ റൂട്ട് കാണുന്നത് എവിടെയെന്ന് ഒരിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഏതിലാണ്? വാൻഡ. വാൻഡ എന്താണ്? ഒരു എപ്പിഫൈറ്റ് ആണ്. എപ്പിഫൈറ്റ്. ഓക്കെ,